സോ ഈ ന്യൂമറിക്കൽ ക്ലിയർ ആണല്ലേ? ഇന്ന് തന്നെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയന്ന് ന്യൂമറിക്കൽസ് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ബേസിക് ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചിട്ട് ഇക്വേഷൻസ് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഈ ന്യൂമറിക്കൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ വൺ മോർ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അതാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. That is, a steel ring of 25 cm diameter and of circular cross section 3 cm in diameter has an air gap of 1.5 mm length. It is wound uniformly with 750 turns of wire carrying a current of 2.1 ampere. Okay, calculate first one mmf, second one flux density in air gap, and third one magnetic flux, and fourth one relative permeability of steel ring. Okay, and an assumption is given, that is, assume that an iron part takes about 35% of total magnetic force, that is 35% of total mmf. Okay, so question ഒന്നുകൂടി വായിച്ചു നോക്കുക, എന്നിട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്ത് എഴുതുക. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്റ്റീൽ റിംഗ് ഓഫ് 25 cm ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് വരച്ച് നോക്കണം. ഓക്കെ, സ്റ്റീൽ റിംഗ് ഓഫ്, അപ്പോൾ എന്ത് ഫസ്റ്റ് നോക്കുക, അതിൽ എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ക്രോസ് സെക്ഷൻ ഏരിയ, ഓക്കെ, ഇൻ ഡയമീറ്റർ ഹാസ് എൻ എയർ ഗ്യാപ്പ് ഓഫ് 1.5 mm ലെങ്ത് എന്ന് പറയുന്നുണ്ട്. സോ വി ഷുഡ് ഡ്രോ എ സർക്കുലർ റിംഗ് വിത്ത് എയർ ഗ്യാപ്പ്. ഓക്കെ, ഇപ്പം ഒരു സർക്കുലർ റിംഗ് വരയ്ക്കുക വിത്ത് എയർ ഗ്യാപ്പ്. ഓക്കെ, ഇതുപോലൊരു സർക്കുലർ റിംഗ് വരയ്ക്കുക. ദെൻ എന്ത് തന്നിട്ടുള്ളത്? എ സ്റ്റീൽ റിംഗ് ഓഫ് 25 cm ഡയമീറ്റർ ആൻഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ 3 cm ഇൻ ഡയമീറ്റർ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. 25 cm ഇൻ ഡയമീറ്റർ എന്നാണ് പറയുന്നത്. എന്തിന്റെ ഡയമീറ്റർ ആണ്? തന്നിരിക്കുന്ന അയേൺ റിംഗിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, സോ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, അയേൺ റിംഗിന്റെ ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് 25 cm. അപ്പോൾ ഈ റിംഗിന്റെ ഈ മിഡിൽ പോർഷൻ നെക്സ്റ്റ് സെക്ഷനിലുള്ള ആ മിഡിൽ പോർഷൻ വരെയുള്ള പാർട്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു അയേൺ റിംഗ് വിത്ത് എയർ ഗ്യാപ്പ് ഉണ്ട്. സോ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, ദിസ് ഇസ് 25 cm. ദറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി അയേൺ റിംഗ്. ഓക്കെ, ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടില്ല, ബട്ട് അതിന്റെ ഡയമീറ്റർ എത്രയാണ്? 3 cm ആണ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഡയമീറ്റർ 3 cm തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഹാസ് എൻ എയർ ഗ്യാപ്പ് ഓഫ് 1.5 mm ലെങ്ത്. എയർ ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു 1.5 mm ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതും മാർക്ക് ചെയ്യാം. Then it is wound uniformly with 750 turns, that is N is equal to 750, and carrying a current of 2.1 ampere. I is equal to 2.1 ampere. So here N is equal to 750, current I is equal to 2.1 ampere. Okay, so this much parameters given ആണ്. Okay, so നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് അറിയണം? നമുക്ക് ബേസിക് ആയിട്ട് we should know what is circumference of the iron ring L1 and what is A1, area of cross section. Okay, ഇതൊക്കെ നമുക്ക് അറിയണം. ബേസിക് ആയിട്ട് നമുക്ക് L1 A1 അറിയണം, ബട്ട് ഇത് ഡയറക്ട്ലി ഗിവൺ അല്ല, അല്ലേ? സോ വി ഷുഡ് ഫൈൻഡ് L1 ആൻഡ് A1 ഫ്രം ദ ഗിവൺ ഡാറ്റാസ്. ഓക്കെ, ഒന്ന് നമുക്ക് A1 കണ്ടുപിടിക്കാം. ബിക്കോസ് A1 എന്താണ്? A is equal to നമുക്കറിയാം, if you are considering a circle, what is the area of circle? That is pi r square. Okay, if you write in terms of diameter, then we can write what is diameter. Diameter എങ്ങനെ എഴുതാം? Or equation of area of a circle in terms of radius ആണെങ്കിൽ pi r square എന്ന് എഴുതാം. Okay, diameter ആണെങ്കിൽ ഡയമീറ്ററും റേഡിയസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? 2r is equal to d അല്ലേ? ഓക്കെ, സോ pi r square by 2 ഉണ്ട്. pi r square by 2. One second.
Okay, what is the area of a circle? That is A is equal to pi r square. Okay, then നമുക്ക് റേഡിയസിന്റെ ടേമിലേക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? സോറി, ഡയമീറ്ററിന്റെ ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് എഴുതിക്കൂടെ? Because r is equal to what? D by 2 ആണ്. Okay, 2r is equal to d ആണ്, r is equal to d by 2 ആണ്. So r square എന്ന് പറയുന്ന സമയത്ത് d by 2 whole square എന്ന് വരും. So d square by 4. ഇക്വേഷൻ എന്താണ്? A is equal to pi r square ആണ്. So instead of r square എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d by 2 whole square, that is d square by 4. So pi d square by 4 എന്ന് എഴുതാം. Okay, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Area of a circle in terms of diameter. Okay, but diameter already given ആണ്, that is 3 centimeter, and we should convert into meter, that is 3 into 10 raised to minus 2. Okay, so A1 is equal to pi by 4 into 3 into 10 raised to minus 2 whole square. Okay, so A1 is equal to 7.06 into 10 raised to minus 4 meter square. ആ വാല്യൂ കിട്ടി. Okay, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ റിംഗ് ഡയറക്ട്ലി ഗിവൺ അല്ല, ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ഒന്നിക്കൽ d by 2 is equal to r. അത് വെച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി പൈ ആർ സ്ക്വയറിൽ. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഡയമീറ്ററിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏരിയ കാണും. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടി. ദെൻ നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ടത് L1 ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് അയൺ പാർട്ട്. ഓക്കെ, സോ ലെങ്ത് ഓഫ് അയൺ പാർട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മൊത്തത്തിലുള്ള ഇപ്പൊ ഇതൊരു സർക്കുലർ റിംഗ് ആണ്. സോ സർക്കുലർ റിംഗിന്റെ ഈ സർക്കുംഫറൻസ്, മീൻ സർക്കുംഫറൻസ് പക്ഷേ ഇത് മൊത്തം വരും. ഓക്കെ, ആ ദാറ്റ് വാല്യൂ മൈനസ് ഈ എയർ ഗ്യാപ്പ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് അയൺ പാർട്ട് കിട്ടില്ലേ? ഈ ടോട്ടൽ സർക്കുംഫറൻസ് ഓഫ് ദ റിംഗ് മൈനസ് ദിസ് എയർ ഗ്യാപ്പ്, ഈ ഒരു എയർ ഗ്യാപ്പ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് അയൺ പാർട്ട് അല്ലെ? ഇതൊരു സർക്കുലർ റിംഗ് ആണ് അല്ലെ? സർക്കുലർ റിംഗിന്റെ സർക്കുംഫറൻസ് മീൻസ് എന്താണ്? ഇത് ടോട്ടൽ ലെങ്ത് ആണ്. അതിൽ നമുക്ക് ഈ ഒരു എയർ ഗ്യാപ്പ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് അയൺ പാർട്ട്. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് അയൺ പാർട്ട് L1 is equal to mean circumference of the ring minus air gap length. Okay, mean circumference of the ring നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Here diameter of the ring തന്നിട്ടുണ്ട് 25 centimeter. ഓക്കെ, ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിനെ ഒന്നുകിൽ റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യാം, d/2 ചെയ്യാം. ഓക്കെ, d/2 ചെയ്തിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എവിടെ? 2πr, ബിക്കോസ് പെരിമീറ്റർ ഓഫ് ദ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? 2πr ആണ്. സോ അവിടെ ആറിന് പകരം d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഹിയർ ഓൾസോ 25 സെന്റിമീറ്റർ ആണ്. സോ വി ഷുഡ് കൺവേർട്ട് ഇൻ ടു മീറ്റർ, ദാറ്റ് ഈസ് 25 into 10 raised to minus 2/2. Okay, to 2π into 25 into 10 raised to minus 2 divided by 2. That value minus air gap length, that is 1.5 into 10 raised to minus 3. Okay, അത് mm ലാണ് തന്നിരിക്കുന്നത്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ we should multiply that with 10 raised to minus 3. Okay, and we will get L1 is equal to 0.783 meter. ഓക്കെ, അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഡയറക്റ്റ് L1 A1 തന്നിട്ടുണ്ടായിരുന്നു, ഗിവൺ പാരാമീറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ അത് ഡയറക്റ്റ് തന്നിട്ടില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു, എന്താണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി, ഇനി നമുക്ക് വേണ്ട ബേസിക് പാരാമീറ്റേഴ്സ് തന്നിട്ടില്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അധികം ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏരിയ ഓഫ് സർക്കിളും പെരിമീറ്റർ ഓഫ് സർക്കിളും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ആയിരിക്കും L1 ഉം A1 ഉം. ഓക്കെ, L1 ആൻഡ് A1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഗിവൺ പാരാമീറ്റേഴ്സ് എഴുതുക, എന്നിട്ട് നമുക്ക് ഈ സർക്യൂട്ട് അല്ലേ റീഡ്രോ ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് സ്പെസിഫിക് മാർക്ക് ഉണ്ട്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ സർക്കുലർ റിംഗ് വരച്ചു. ദെൻ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പാരാമീറ്റേഴ്സ് വെച്ചിട്ട് വി ഷുഡ് ഡ്രോ ദാറ്റ് സർക്കുലർ, വി ഷുഡ് ഡ്രോ ദാറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാർക്ക് ചെയ്യണം. ദെൻ L1 മാർക്ക് ചെയ്യണം. പിന്നെ കറണ്ട് ആയി ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, അതും മാർക്ക് ചെയ്യാം. ആൻഡ് എയർ ഗ്യാപ്പ് ലെങ്ത് ഓൾസോ, ഇതൊക്കെ മാർക്ക് ചെയ്യുക. അതിനൊക്കെ സ്പെസിഫിക് മാർക്ക് ഉണ്ട്. ഓക്കെ, അത് മാർക്ക് ചെയ്തതിനാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് MMF. MMFന്റെ ഇക്വേഷൻ എന്താണ്? N into I ചെയ്താൽ മതി അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് ചെയ്താൽ മതി. ഓക്കെ,
സോ ഫസ്റ്റ് ഓഫ് ഓൾ MMF കണ്ടുപിടിക്കാൻ എന്താണ് N into I. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് 750 ആണ്. I എത്രയാണ് 2.1 ആംപിയർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ MMF ഇസ് ഈക്വൽ ടു വാട്ട്? ഇവിടെ ആൻസർ ഉണ്ട് 1575 ആംപിയർ ടേൺസ്. ഓക്കെ, ടോട്ടൽ MMF പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ഈസ് NI ഇസ് ഈക്വൽ ടു 750 into 2.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1575 ആംപിയർ ടേൺസ്. അത് കിട്ടി, അത് സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എയർ ഗ്യാപ്പ്. ഓക്കെ, എയർ ഗ്യാപ്പിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്കൊരു അസംഷൻ ഉണ്ട്. എന്താണ്? assume that iron part takes about 35% of total magnetomotive force. അയൺ പാർട്ടിലെ കൂടെ പോകുന്നത് ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ, മ്യൂട്ട് ചെയ്യണേ. ഫാത്തിമ, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എയർ ഗ്യാപ്പ്. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എയർ ഗ്യാപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് നേരത്തെ ചെയ്ത അതേ അപ്രോച്ച് തന്നെ ചെയ്യാം. ഒരു അസംഷൻ എന്താണെന്ന് നോക്കാം. ടോട്ടൽ അവിടെ ഉണ്ടാവുന്ന MMF, നമ്മൾ ടോട്ടൽ ചെയ്യുന്ന MMF ആണ് N into I. അതാണ് 1575 എന്ന് പറയുന്നത്. അതിലൊരു 35% മാത്രമാണ് അയൺ റിംഗിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റ് ഉള്ള 65% ഈസ് റിക്വയർഡ് ബൈ ദ എയർ ഗ്യാപ്പ്. ഓക്കെ, അതുകൊണ്ട് ആ അസംഷൻ തന്നത്. സോ എന്ത് ചെയ്യണം? എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന MMF കണ്ടുപിടിക്കണമെങ്കിൽ അതെന്താണ്? ടോട്ടൽ MMF-ന് 65% ആയിരിക്കും. സോ MMF റിക്വയർഡ് ബൈ എയർ ഗ്യാപ്പ് that is equal to 65% of total MMF. Okay, and MMF required by iron ring ആണെങ്കിൽ 35% of total MMF. Okay, so total MMF ന് 65% കണ്ടുപിടിക്കാം. That is the MMF required by air gap. That is 1023.75 ampere turns. Okay, അത് കിട്ടി. Then നമുക്ക് MMF ന്റെ ഇക്വേഷൻ എന്താണ്? MMF is equal to, we can write N into I. Okay, or we can write H into L. Okay, in the case of air gap, N into I is equal to H into LA. Okay, and instead of H, we can write B by mu 0 into mu R. And in the case of air gap, mu R, its value for mu R equal to 1. So we should write only mu 0 into LA. Okay, and N into I. Okay, and this N into I, ഇവിടെയുള്ള N into I എന്ന് പറയുന്നത് ഡയറക്റ്റ് എടുക്കരുത്. ടോട്ടൽ MMF-ന്റെ 65% മാത്രമേ എടുക്കാവൂ. ബിക്കോസ് അത്ര മാത്രമേ എയർ ഗ്യാപ്പിന് റിക്വയർഡ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ അവിടെ കണ്ടുപിടിച്ച വാല്യൂ നോക്കിയേ, ഇതാണ് B by mu 0 into LA is equal to 1023.75. സോ അതിൽ ബാക്കി എല്ലാ വാല്യൂസും നോൺ ആണ്. ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് LA അറിയാം, mu 0 വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ആൻഡ് 65% of NI എടുക്കാം. From that equation we can easily find value for B. Okay, equation rearrange ചെയ്ത് കഴിഞ്ഞാൽ we will get the value for B. That is B is equal to 0.858 Weber per meter square. Okay, first of all total MMF കണ്ടുപിടിച്ചു N into I. സെക്കൻഡ് നമ്മളോട് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് എയർ ഗ്യാപ്പിനെ കൺസിഡർ ചെയ്യാം. അവിടെ μr1ന്റെ വാല്യൂ ഒക്കെ 1 ആണ്. അതുകൊണ്ട് എയർ ഗ്യാപ്പിനെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടോട്ടൽ MMF എടുക്കരുത്. 65% ഓഫ് ടോട്ടൽ MMF എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ബിക്കോസ് ക്വസ്റ്റ്യൻ ആ ഒരു അസംഷൻ തന്നിട്ടുണ്ട്. സോ ടോട്ടൽ MMF-ന്റെ 65% കാണാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു MMF-ന്റെ അനദർ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് B by mu 0 into LA in case of air gap. Okay, and അവിടെ all values given ആണ്. All other values given ആണ്. LA given ആണ്, mu 0 constant ആണ്. Then B മാത്രമാണ് unknown value. Then we can easily find the value for B. Okay, then next എന്താണ്? We have to find magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? There is an equation relating flux phi and flux density beta. What is flux density B? What is B? Flux density is equal to flux per unit area. Okay, so flux B is equal to phi by A. So from that equation we can find phi is equal to what? B into A. Where B എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇപ്പം ഫൈൻഡ് ഔട്ട് ചെയ്തു. That is 0.858
0.858 Tesla. Okay, so 0.858 Tesla into A1 എന്താണ്? Area of cross section. Okay, A1 എന്താണ്? Area of cross section of steel part. അതവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 7.06. Okay, so substitute that value. 0.858 into 7.06 into 10 raised to minus 4. So flex by എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. Okay, then next term എന്താണ്? Magnetic flux. Okay, അത് കണ്ടുപിടിച്ചു. Then next term relative permeability of steel ring. അതെന്താണ്? Relative permeability of steel ring. So we have to find mu R1. Okay, mu R1 കണ്ടുപിടിക്കണം. So here assume that B is same for air gap and steel ring because steel part because no fringing effect. Question specify ചെയ്തിട്ട് fringing effect neglect ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ we should neglect that. ഇനി fringing effect and leakage flux നെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ നെഗ്ലക്ട് leakage flux and fringing effect. Leakage flux നമുക്കറിയാം magnetic density B is same for both air gap and steel part. Okay, so MMF required by steel part ന്റെ നമുക്ക് എന്താ അറിയാം? 35% of total MMF ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Okay, so NI യുടെ ടോട്ടൽ MMF ന്റെ 35% ആണ് അവിടെ required ആയിട്ടുള്ള MMF. And that is equal to equation for MMF. Another equation for MMF ഏതാണ്? B by mu 0 mu R1 into L1. Okay, so NI into 35% is equal to what? B by mu 0 into mu R1 into L1. Okay, ഇതിൽ എല്ലാ വാല്യൂസും ഗിവൺ ആണ്. NI ഓൾറെഡി കണ്ടുപിടിച്ചു. അതിന്റെ 35% എത്രയാണെന്ന് നോക്കുക. That is 1575 into 35 divided by 100. That is equal to B യുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് കിട്ടി 0.858 ആണ്. ഡിവൈഡഡ് ബൈ mu 0 കോൺസ്റ്റന്റ് ആണ് 4 into 10 raised to minus 7 ആണ്. ആൻഡ് mu R1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻറ്റു L1. L1 നമ്മൾ കണ്ടുപിടിച്ചു 0.783 ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അൺനോൺ പാരാമീറ്റർ mu R1 മാത്രമാണ്. ഓക്കെ, സോ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. Then we will get the value for mu R1. That is 969.8. This is the relative permeability of steel ring. Okay, so clear ആണ്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മാക്സിമം എല്ലാ ടേംസും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്ച്വലി കുറെ ടേംസ് ഉണ്ടെങ്കിലും സിമ്പിൾ ആണ്. ആ ഒരു കോൺസെപ്റ്റും ലോജിക്കും വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് നീറ്റായിട്ട് ചെയ്യാൻ പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ നീറ്റായിട്ട് ചെയ്യാൻ പഠിക്കാം. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്, അതും പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് MMF, ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, റിലേറ്റീവ് പെർമബിലിറ്റി ഓഫ് സ്റ്റീൽ റിംഗ് ആണ്. ഓക്കെ, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ആ സ്റ്റീൽ റിങ്ങിനെ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പൊ എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്യണം. എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്ത് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചാൽ മനസ്സിലാവും നമുക്ക് അതിന്റെ L1 ഉം A1 ഉം തന്നിട്ടില്ല. സോ വി ഷുഡ് ഫൈൻഡ് L1 ആൻഡ് A1. ഓക്കെ, ഫോർ ഫൈൻഡിങ് A1 we have a value that is diameter of the cross sectional area, that is 3 centimeter. അത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ദെൻ ഈ റിംഗിന്റെ മൊത്തം ഡയമീറ്റർ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിന്റെ സർക്കംഫറൻസ്, ടോട്ടൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ടോട്ടൽ സർക്കംഫറൻസ് മൈനസ് എയർ ഗ്യാപ്പ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് അയൺ പാർട്ട് കിട്ടും. ഈ ലെങ്ത് ഓഫ് അയൺ പാർട്ട് കിട്ടും. അപ്പൊ L1 ഉം A1 ഉം കിട്ടി. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? അതേ സ്റ്റീൽ റിംഗിന്റെ ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, അത് റീഡ്രോ ചെയ്തു എല്ലാ വാല്യൂസും അതിൽ മാർക്ക് ചെയ്ത് കാണിക്കുക. Then first of all we have to find total MMF. Okay, so what is the equation for MMF? That is N into I. Okay, N number of turns and I total current. So 750 into 2.1, that is 1575 ampere turns. കിട്ടി, total MMF കിട്ടി. Second point, we have to find the flux density B. Okay, flux density B കണ്ടുപിടിക്കാൻ നമുക്ക്
എന്ത് ചെയ്യാം, MMF ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ സ്റ്റീൽ പാർട്ടിന്റെ MMF ആണ് MMF ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ B/μ0 μr × L1 വരും. അപ്പൊ നമുക്ക് സ്റ്റീൽ പാർട്ടിന്റെ μr അറിയില്ല, റിലേറ്റീവ് പെർമബിലിറ്റി ഓഫ് സ്റ്റീൽ പാർട്ട് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം അത്രേ. സോ നമുക്ക് സ്റ്റീൽ പാർട്ടിന്റെ ആ ഒരു സെക്ഷന്റെ MMFന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പോയാൽ നമുക്ക് B കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെ 2 unknowns ഉണ്ടാവും. So we go for air gap. If you're considering air gap, the total MMF required by the air gap is equal to what? 65% of the total MMF. Okay, so 65% of the total MMF is equal to another equation under MMF in another equation എന്താണ് air gap consider ആണെങ്കിൽ that is equal to B/μ0 × LA. അവിടെ μr1 ഇല്ല, that is equal to 1 ആണ്. അപ്പോൾ B/μ0 × LA ആണ്. μ0 കോൺസ്റ്റന്റ് ആണ്, LA നോൺ വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് അതിന് ഡയറക്ട്ലി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ബിയുടെ വാല്യൂ കിട്ടും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു വാട്ട്? എന്താണ്? B/A ആണ്. ബി ഇപ്പൊ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. A1 എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്റ്റീൽ റിംഗ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫ്ലക്സ് വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് പെർമബിലിറ്റി ഓഫ് സ്റ്റീൽ റിംഗ്. ഓക്കെ, അവിടെ നമുക്ക് MMF ഇക്വേഷൻ B/μ L1. ഓക്കെ, ഇവിടെ NI എടുക്കേണ്ടത് 35% ആണ്, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ടോട്ടൽ MMF എടുക്കുക. L1 ഗിവൺ ആണ്, μ0 കോൺസ്റ്റന്റ് ആണ്, μr1 ആണ് കണ്ടുപിടിക്കേണ്ടത്. B ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഓക്കെ, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക, we will get the value for μr1. Okay, and you should remember that എല്ലാ വാല്യൂസ് എഴുതി കഴിഞ്ഞാലും അതിന്റെ യൂണിറ്റ് എഴുതണം. ഓക്കെ, എല്ലാത്തിന്റെയും യൂണിറ്റ് അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് എഴുതണം. ഈ ഒരു ന്യൂമറിക്കൽ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് മനസ്സിലാവില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നോക്കി എഴുതാൻ പാടില്ല. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് തന്നെ പഠിക്കുക. എന്ത് ചെയ്യുക, അതിന്റെ ഇക്വേഷൻസും ബേസിക് ഡെഫിനിഷൻസും നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ദിവസം ഷെയർ ചെയ്ത ആ സ്ലൈഡ് അത്ര പോർഷൻസ് മാത്രം പഠിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഓരോ സെക്ഷനിലും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, 1-2 ആൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്ന് തന്നെ ഇത് നോക്കാം. അപ്പൊ ഇന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾ ആ ഫ്ലോയിൽ അത് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആയിരിക്കും. ഇനി ഒരാഴ്ച, ഇനിയിപ്പം നിങ്ങൾക്ക് വെക്കേഷൻ വരികയാണ്, ഓണം വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല, അങ്ങനെ തന്നെ മറന്നു പോകും. ഓക്കെ, സോ ഇന്ന് തന്നെ അതിന്റെ ഞാൻ നിങ്ങൾക്ക് അന്ന് ഷെയർ ചെയ്തെന്ന ആ PPT വെച്ചിട്ട് ആ ഡെഫിനിഷൻസ് ഇക്വേഷൻസ് പഠിക്കുക. ഇന്ന് തന്നെ ഈ ന്യൂമറിക്കൽസ് ചെയ്തു നോക്കുക. ഓക്കെ, സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1. Present. 2. 3. കണ്ടിന്യൂ ചെയ്തോളൂ. 4. 5. 6. 7. 8. 9. 10. 12. 13. 14. 15. 17. 18. 19. 20. 21. 22. 24. 24. 25. 23. 25. 26. 26. 27.
28. 29. 30. 31. 32. 33. 34. 35. 37. 39. 40. 41. 40. 43. 44. 45. 46. 47. 48. 49. 50. 71. 52. 53. 54. 55. 56. 57. 58. 60. 59. 60. 60. 61. 62. 62. 63. 63. Okay, so roll number 3 and 61 absent. Okay. So ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് നീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരിക്കുന്നതും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതും സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഓക്കെ. So next we have to discuss about Faraday's laws of electromagnetic induction. Okay, this term also we are already familiarized in our plus 1 plus 2 classes. What is Faraday's first law? What is Faraday's second law? What is Lenz's law? Okay, and what is electromagnetic induction? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നുകൂടി നോക്കാം. സോ ഫാരഡേസ് ലോ ഓഫ് ഫസ്റ്റ് ലോ. ഓക്കെ, ഫാരഡേസ് ഫസ്റ്റ് ലോ that is that is any change in the magnetic field of a coil of fire will cause an EMF to be induced in the coil. This EMF induced is called induced EMF, and if the conductor's circuit is closed, the current will also circulate through the circuit, and this current is called induced current. Okay, this is Faraday's first law. Any change in magnetic field of a coil or wire of fire will cause an EMF to be induced in the coil. Okay, and this EMF is called what? Induced EMF. And if the circuit is closed, then a current flows through that circuit, and that current is called induced current. Okay, so ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ആ കോയിലിൽ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു കോയിലുള്ള ആ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ, okay, closed circuit ആണെങ്കിൽ there should be a current flows through that circuit, and that is called induced current. Okay, and how we can change the magnetic field? നോക്കാം, methods to change magnetic field. Okay, either by moving a magnet towards or away from the coil. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, ഒരു കോയിൽ ഉണ്ട്, ഓക്കെ, ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യാം, ആ കോയിലിനടുത്തേക്കും എവേയും മൂവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിച്ചാൽ നമുക്കൊരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ഓർ ബൈ മൂവിങ് ദ കോയിൽ ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ആ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്നറിലേക്ക് ഔട്ടറിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, അപ്പോഴും നമുക്കൊരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ഏരിയ ഓഫ് എ കോയിൽ പ്ലേസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കോയിലിന്റെ ഏരിയ ചേഞ്ച് ചെയ്യുക, കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബൈ റൊട്ടേറ്റിംഗ് ദ കോയിൽ റിലേറ്റഡ് ടു ദ മാഗ്നറ്റ്, ആ മാഗ്നറ്റിന് അനുസരിച്ച് ആ കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു കോയിൽ ഉണ്ട്, ഇവിടെ ഒരു ബാൾ മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഈ
ബാർ മാഗ്നറ്റ് ഈ കോയിലിന്റെ അടുത്തേക്കും അതിന് ദൂരേക്ക് ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ we can see there is a deflection in the ammeter. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടാകും. അവിടെ സർക്യൂട്ട് നമുക്ക് ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. സോ ഷുഡ് ബി കറന്റ് ഫ്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? അമ്മീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. And also we should notice the direction of deflection. എന്താണ്? ഈ ബാർ മാഗ്നറ്റ് നമ്മൾ ആ കോയിലിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഈ ഡയറക്ഷനിലെ കറണ്ട് അപ്വേർഡ് ആണ്, കറണ്ട് അപ്വേർഡ് ആണ്. സോ ഡിഫ്ലക്ഷൻ എന്താണ്? റൈറ്റ് സൈഡിലേക്കാണ്. Okay, and if we are moving the bar magnet away from the coil, then we can see that the direction of current changes. Okay, അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. And here current is downwards ആണ്. So the deflection is towards left. Okay, so എപ്പോഴാണ് നമ്മൾ ബാർ മാഗ്നറ്റ് കോയിലിന് അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യും, കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് കറന്റ് ഡയറക്ഷൻ അപ്വേർഡ് ആണ്. And when we are moving the coil away from the coil, when we are moving the bar magnet away from the coil, then the current direction changes. That is, also changes in opposite direction. Coil, then we can see that there's a continuous reflection in the ammeter. Okay, so this is Faraday's first law. Okay, ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ 3 കേസുകൾ പറയും. എന്താണ്? ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റേഷൻ conductor. Otherwise, we are making the conductor stationary and moving, make to moving the magnetic field. Okay. So, ഏതെങ്കിലും ഒന്ന് സ്റ്റേഷനറി ആയിട്ട് ഒന്ന് മൂവിങ് ആയിരിക്കും. അവിടെ എപ്പോഴും റിലേറ്റീവ് ആയിട്ടൊരു മോഷനാണ്. ഒന്ന് സ്റ്റേഷനറി ആണെങ്കിൽ മറ്റേത് മൂവിങ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേത് മൂവിങ് ആണെങ്കിൽ ഫസ്റ്റ് വൺ സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ആയിട്ടൊരു മോഷൻ. രണ്ടും ഒരേപോലെ മൂവിങ് ആണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യില്ല, രണ്ടും സ്റ്റേഷനറി ആണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യില്ല. There should be relative motion between the conductor and the magnetic field. ആ ഒരു കേസിൽ മാത്രമാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ആ കുറെ കേസസ് പറഞ്ഞു അല്ലേ. ഒന്നുകിൽ നമുക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ കോയിൽ ഇതുപോലെ ടുവേർഡ്സ് ദ മാഗ്നറ്റ് ആൻഡ് അവേ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ കോയിലും ഡിഫറെന്റ് ആക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന കോയിലിന്റെ ഏരിയ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഈ ഡോട്ട് ക്രോസ് റെഡ് ക്രോസ് കാണിക്കുന്നതൊക്കെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കോയിലിന്റെ ഏരിയ നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ടാകുന്ന EMF, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അമ്മീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. Okay, so in each example, both EMF and current are induced because the coil is a part of complete circuit. Okay, if the circuit is open, there will be no induced current, but there will be an induced EMF. Okay, അപ്പം ഈ എല്ലാ കേസുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ 3 എക്സാമ്പിൾസ് പറഞ്ഞപ്പോഴും അവിടെ എന്താണ്? ആ കോയിൽ ഒരു സർക്യൂട്ടിന്റെ പാർട്ടാണ്, അവിടെ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകൂ. Okay, if the circuit is open, then അവിടെ induced current ഉണ്ടാകില്ല, but induced EMF ഉണ്ടാവും. Okay, if a circuit is closed, there should be induced EMF and induced current. Okay, but if it is open, there is only induced EMF, induced current ഉണ്ടാവില്ല. Okay, so the phenomenon of producing an induced EMF with the aid of a magnetic field is called electromagnetic induction. Okay, the phenomenon of producing an induced EMF with the aid of magnetic field is called electromagnetic induction. Okay, so നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് ഉണ്ടാവില്ല. നിങ്ങളോട് പറയാം ഡിഫൈൻസ് ഓർ സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ് ആയിട്ട് അത് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഹെഡിങ് കൊടുക്കുക, ഡിഫൈൻ ചെയ്യുക. ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, അത് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല, ജസ്റ്റ് ആ കേസസ് പറയാം.
ദർ ഷുഡ് ബി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് പല രീതിയിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. either by moving bar magnet or by moving coil. Okay, or by changing the area of coil in a magnetic field. അതൊക്കെ പോസിബിൾ ആണ്. ആ രീതിയിലൊക്കെ നമുക്കൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, റിലേറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ റിലേറ്റീവ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം there should be an EMF, induced EMF, and if the circuit is closed, then there should be a current flowing through the circuit. ഓക്കെ, ആ ഒരു കേസ് പറയാം. പിന്നെ നിങ്ങൾക്ക് നോട്ടിൽ കുറച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, ദിസ് ഇസ് ഓൾസോ അനദർ എക്സാമ്പിൾ. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് കേസിൽ ഈ ക്ലോസ് ഡോട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്കൊരു പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോലുള്ള പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ ഇൻ ബിറ്റ്വീൻ ദാറ്റ് പോർഷൻ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് സ്റ്റേഷനറി ആയിരിക്കും. ആ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു കണ്ടക്ടിങ് റെയിൽ വെക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു കണ്ടക്ടിങ് റെയിൽ കാണാം, ഒരു റെക്ടാംഗുലർ പീസ്. ആ കണ്ടക്ടിങ് റെയിൽ സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ there is no EMF is induced. Okay, but when that conductor is moving, conductor ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് and is closed. So if the circuit is closed, a current flows. So ആ circuit flow ചെയ്യും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കുക. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? If there is a relative motion between the magnetic field and the conductor, then there should be an EMF is induced in the conductor. And if a circuit is closed and there is an induced current flows through the circuit. Okay, that's Faraday's first law. Okay, and what is Faraday's second law? It states that the magnitude of induced EMF in the coil is equal to the rate of change of flux that linkages with the coil. The flux linkage of the coil is the product of number of turns of the coil and the flux associated with the coil. Okay, അപ്പോൾ ഫാരഡേ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. Okay, it states that the magnitude of EMF induced in the coil is equal to the rate of change of flux that linkages with the coil. And the flux linkage of the coil is a product of the number of turns in the coil and the flux associated with the coil. Okay, so we can write magnitude of the induced EMF E is equal to what? That is N into d phi by dt. Okay, N into d phi by dt, because it is a product of the number of turns, that is N, in the coil and the flux associated with the coil. അവിടെ എന്താണ്? ഫ്ലക്സിൽ ഒരു ചേഞ്ച് വേണം, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വേണം അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടൈം മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ മാത്രമേ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായാൽ മാത്രമേ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് d phi by dt എന്ന് കൊടുത്തിരിക്കുന്നത്. So E is equal to N into d phi by dt. Okay, so this is the Faraday's second law, which gives the information regarding the magnitude of the induced EMF. Okay, and last one, Lenz's law. Lenz's law states that the direction of an induced EMF is such that it will always opposes the change that is causing it. Okay, that's Lenz's law. Lenz's law gives the direction of the induced EMF. Okay, it states that the direction of an induced EMF is such that it always opposes the change that is causing it. Okay, അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യാനുണ്ടായ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിന്റെ ഡയറക്ഷൻ വരിക. സോ വി ക്യാൻ റൈറ്റ് E is equal to minus N into d phi by dt. Okay, so this is Lenz's law. E is equal to N into d phi by dt, Faraday's second law ആണെങ്കിൽ E is equal to minus N into d phi by dt. That is Lenz's law. That is the direction of an induced EMF is such that it always opposes the change that is causing it. അവിടെ അങ്ങനെ ഉണ്ടാകും, ആ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഇതാണ് Lenz's law. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇത്ര വരെ ക്ലിയർ അല്ലേ? വാട്ട് ഈസ് Faraday's first law, second law and Lenz's law? Okay, so എന്തായാലും ഇന്ന് തന്നെ ആ ന്യൂമറിക്കൽ പാർട്ട് നോക്കുക, ഈ 3 ലോസും നോക്കുക. ഇതൊക്കെ അധികം കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ Faraday's first law, second law and Lenz's law.
ആ 3 എന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ, ഞാൻ നോട്ടിൽ കുറച്ചുകൂടി ബ്രീഫായിട്ട് തന്നിട്ടുണ്ട്, നോട്ട് നോക്കി പഠിച്ചു വെക്കാം ആ സെക്ഷൻ. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് അങ്ങനെ തന്നെ അടച്ചു വെക്കാൻ പാടില്ലേ, ഇത്ര വരെ എടുത്ത പോർഷൻസ് ഇന്ന് തന്നെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾ മുഴുവനായിട്ടത് മറന്നു പോകും. ഓക്കെ, ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂമറിക്കൽസിന്റെ സെക്ഷൻ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും.